ആദരണീയനായ നാരായണൻ സാർ, നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ സ്നേഹമുള്ള സുന്ദരൻ ചേട്ടനുണ്ട്, അതുപോലെ ശിവകുമാർജി, ബാലകൃഷ്ണൻ സാറ്, അതുപോലെ ഡോക്ടർ മുഹമ്മദ്, അല്ലി ചേച്ചി, ശിവരാമൻ ഡോക്ടർ, അങ്ങനെ നമ്മുടെ കൂട്ടായ്മയിലെ കൂട്ടുകാരെ എല്ലാവരെയും ഇന്ന് നേരിൽ കാണാൻ സാധിച്ചു എന്നുള്ള സന്തോഷമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചില പുതിയ കാര്യങ്ങൾ നമുക്ക് ലഭിക്കണം. എൻ്റെ ഭാഷനനുസരിച്ചുകൊണ്ടൊന്നും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ള നിലയിൽ കാണുന്ന മിത്ര ബാക്ടീരിയകളാണ്. ഈ മിത്ര ബാക്ടീരിയകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. ഈ നമ്മൾ വിചാരിക്കും ഈ മിത്ര ബാക്ടീരിയയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, വേറെ ആരൊക്കെ ശ്രദ്ധിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് ആണ് മിത്ര ബാക്ടീരിയകളെക്കുറിച്ചുള്ള പഠനം ലോകം മുഴുവൻ ആരംഭിച്ചത്. അപ്പോൾ ലോകം മുഴുവൻ ഇത് ആരംഭിച്ചപ്പോഴത്തേക്ക് വെറും 2% ബാക്ടീരിയകളെക്കുറിച്ച് പഠിച്ചപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി നമ്മുടെ രോഗപ്രതിരോധം, അതുപോലെ രോഗചികിത്സ, രോഗനിയന്ത്രണം, ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം മിത്ര ബാക്ടീരിയകൾക്ക് വളരെ നിർണായകമായ സ്വാധീനമുണ്ട് എന്ന് വൈദ്യശാസ്ത്രത്തിന് മനസ്സിലായി. അങ്ങനെ ഇപ്പം മുഴുവൻ ആ മേഖലയിലാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഭാരതം പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരം ഗവേഷണങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മിത്ര ബാക്ടീരിയകളെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന ആളുകൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു വസ്തുതയുടെ ഫലമായിട്ടാണ് നമ്മുടെ ഈ അടുത്ത കാലത്ത് ഇവിടെ ഇന്ന് രാവിലെ മുതൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന FMT ഒക്കെ വരാനിടയായത്. അതായത് ആരോഗ്യമുള്ള ആളുകളുടെ മലത്തിലെ ശക്തമായ ബാക്ടീരിയകളെ ആരോഗ്യം കുറഞ്ഞ ആളുകളുടെ കുടലിലേക്ക് ഏതെങ്കിലും വിധത്തിൽ, അത് പല വിധത്തിലുണ്ട്, നമ്മളിവിടെ രാവിലെ ക്യാപ്സ്യൂളുകളെന്ന് പറഞ്ഞെങ്കിലും ക്യാപ്സ്യൂളുകൾ മാത്രമായിട്ടല്ല, പല മാർഗങ്ങളിലൂടെ ആരോഗ്യം കുറഞ്ഞ ആളുകളുടെ കുടലിലേക്ക് കടത്തിവിട്ടിട്ട് അവിടെ ആ ബാക്ടീരിയകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ആ ബാക്ടീരിയകളെ വർദ്ധിപ്പിച്ചാൽ രോഗം കുറയ്ക്കാം, രോഗപ്രതിരോധമുണ്ടാക്കാം, ആരോഗ്യത്തോടെ ജീവിക്കാം എന്ന് വൈദ്യശാസ്ത്രം ഇന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് മിത്ര ബാക്ടീരിയകളെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ ശക്തമായത്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെയല്ല, ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഈ മിത്ര ബാക്ടീരിയകളെ ശക്തിപ്പെടുത്തിയാൽ മതിയെന്നാണ് ഇന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. ടൈപ്പ് 2 ഡയബറ്റിക്, അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ, മനുഷ്യ ശരീരത്തെ ഹൃദ്രോഗം, അങ്ങനെ മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് ഇന്ന് കാണുന്ന ഏത് രോഗത്തെയും നമുക്ക് ചെറുത്തു നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ മിത്ര ബാക്ടീരിയകളുടെ അളവിനെ കൂട്ടിയാൽ മതി. ഈ മിത്ര ബാക്ടീരിയകൾ എവിടെയുണ്ട്? ഈ മിത്ര ബാക്ടീരിയകളുടെ ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലമാണ് നമ്മുടെ മനുഷ്യമൂത്രം. അത് മനുഷ്യമൂത്രത്തിൽ മാത്രമല്ല മിത്ര ബാക്ടീരിയകളുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, ഇതിലൊക്കെ ശക്തമായ മിത്ര ബാക്ടീരിയകളുടെ സാന്നിധ്യമുണ്ട് എന്ന് സമൂഹത്തോട് പറഞ്ഞ ആളിൻ്റെ പേരെന്താ? സുഭാഷ് പലേക്കർ. അങ്ങനെ അദ്ദേഹം ആ മിത്ര ബാക്ടീരിയകളെ കൊണ്ട് എങ്ങനെ കൃഷിയെ, ഒരു നാടൻ പശുവിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ 30 ഏക്കർ സ്ഥലം കൃഷി ചെയ്യാം എന്ന് സമൂഹത്തോട് പറഞ്ഞ ആളാണ് പത്മശ്രീ സുഭാഷ് പലേക്കർ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ട്. അദ്ദേഹം 12 മണിക്കൂർ തുടർച്ചയായി നിന്ന് ക്ലാസ് എടുക്കുന്ന ആളായിരുന്നു സുഭാഷ് പലേക്കർ. അദ്ദേഹത്തിന് ഒടുവിൽ ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ച് അദ്ദേഹത്തിന് നിന്ന് ക്ലാസ് എടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. നമുക്കറിയാം, എപ്പോഴും ജൈവഭക്ഷണം മാത്രം കഴിക്കുന്ന ആളാണ് സുഭാഷ് പലേക്കർ. അദ്ദേഹത്തിന് വളരെ നേരം നിന്ന് ക്ലാസ് എടുക്കാൻ കഴിയാത്തതായിട്ടുള്ളൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ആശ്രയിച്ചത് യൂറിൻ തെറാപ്പിയാണ്. നാരായണ സാറിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ പടവും അദ്ദേഹത്തെ ഇത് സംബന്ധമായിട്ടുള്ള വാർത്തകളും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പോലും സുഭാഷ് പലേക്കർ പോലും ആശ്രയിക്കുന്നത് യൂറിൻ തെറാപ്പിയെയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. പത്മശ്രീ സുഭാഷ് പലേക്കർ യൂറിൻ തെറാപ്പിയിലൂടെയാണ് തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ക്ഷയിച്ചു പോയപ്പോൾ അതിൽ നിന്ന് മോചനം നേടിയതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്ന രാവിലെ ഒരു നേരത്തെ ഒരു ഗ്ലാസ് മൂത്രമെടുത്ത് കുടിച്ചാൽ മതി, എല്ലാം മതിയാവുമെന്നുള്ളതാണ്. ഒരിക്കലും അത് ശരിയല്ല. നമ്മൾ അത്രയും മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം യൂറിൻ തെറാപ്പി ആകില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഒരു കാര്യം, നമ്മുടെ ശരീരത്തെ പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ നേരിടുന്ന ഈ നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകൾ ഏകദേശം എല്ലാവരും ഒരു 40, 45, 50 കഴിഞ്ഞവരാണ്. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ്.
ആ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ നമ്മൾ നിയന്ത്രിക്കണമെങ്കിൽ ജീവിതശൈലിയിൽ കൂടെ ഒരു പിടി പിടിക്കണം. അമ്മാവന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളൊരു കാര്യം, ജീവിതശൈലിയിൽ ഒരു പിടി പിടിക്കാതെ ഒരിക്കലും നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ ഒരു സംവിധാനം കൊണ്ടും പൂർണ്ണമായി യൂറിൻ തെറാപ്പി കൊണ്ട് നേരിടാൻ പറ്റും. മറ്റേത് വൈദ്യശാസ്ത്രത്തിന് നൽകുന്നതിനേക്കാൾ യൂറിൻ തെറാപ്പിക്ക് നൽകാൻ കഴിയുമെങ്കിലും നമ്മൾ 1-2 കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യൂറിൻ തെറാപ്പി കൊണ്ടും അതിനെ പൂർണ്ണമായും നമുക്ക് നിയന്ത്രിച്ച് നിർത്താനാവുകയുള്ളൂ. ഒന്ന്, മതിയായ അളവിൽ മൂത്രം കുടിക്കണം. എത്രയാണ് മതിയായ അളവ്? എത്രയാണ് മതിയായ അളവ്? ഈ ചേട്ടൻ മൂത്രം കുടിക്കുന്ന ആളല്ല, അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല. എത്രയാണ് മതിയായ അളവിൽ മൂത്രം? എൻ്റെ അഭിപ്രായത്തിൽ മതിയായ അളവിൽ മൂത്രം എന്ന് പറയുന്നത് ഒഴിക്കുന്ന മൂത്രം മുഴുവനുമാണ്. ഒഴിക്കുന്ന മൂത്രം മുഴുവനും കുടിച്ചാലേ മതിയാ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഗർഭസ്ഥ ശിശുവിന് 2 നേരത്തെ മൂത്രം ഗർഭപാത്രത്തിലേക്കും 3-ാമത്തേത് പുറത്തേക്കുമല്ല ഒഴിക്കുന്നത്. ആ ഒഴിക്കുന്ന മൂത്രം മുഴുവനായും ഗർഭപാത്രത്തിനകത്തേക്ക് കൊടുക്കുന്നു. അവിടെ മൂത്രത്തിൻ്റെ അളവ് കൂടിപ്പോയത് കൊണ്ട് ഒരു പക്ഷേ അവിടെയുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് വർദ്ധിച്ചു പോയാൽ അമ്മ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ആകെ കുട്ടി ഒഴിക്കുന്ന മൂത്രത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നതിന് പകരം അമ്മ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവിനെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു പരിധിവരെ അതിനെ നിയന്ത്രിച്ച് നിർത്തുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഒഴിക്കുന്ന മൂത്രവും മുഴുവനായും കുടിച്ചെങ്കിൽ മാത്രമേ ജീവിതശൈലി രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൂർണ്ണമായ പരിഹാരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ അറിയാനുള്ളത്, ഈ മൂത്രം മുഴുവനായും കുടിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ രോഗം മാറുമോ? മാറില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കോഷ്ടം ശുദ്ധമാക്കി നിർത്തണം. കോഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് കോഷ്ടം? നമ്മുടെ വായയിൽ നിന്ന് തുടങ്ങി താഴോട്ട് പോയി അന്നനാളം, ആമാശയം, അത് കഴിഞ്ഞിട്ട് ചെറുകുടൽ, വൻകുടൽ, മലാശയം വരെയുള്ള ഈ മേഖലയെ ശുദ്ധമാക്കി നിർത്തണം. അപ്പോൾ എവിടെ മുതൽ ശുദ്ധമാക്കണം? വായ മുതൽ മലാശയം വരെയുള്ള മേഖലയെ നമ്മൾ ശുദ്ധമാക്കി നിർത്തണം. എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധമാക്കി നിർത്തണം. വായയിൽ നമുക്ക് ശുദ്ധമായി നിർത്താൻ നമുക്ക് പല്ല് തേക്കാം. അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരങ്ങളിൽ നിയന്ത്രണം വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ദഹന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം. അപ്പോൾ വയറ് വരെ നമുക്ക് ശുദ്ധമാക്കാം. പക്ഷേ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ മലാശയ ശുദ്ധിയാണ്. മലാശയ ശുദ്ധിയില്ലാത്തൊരാൾ ഒരു ചികിത്സ ചെയ്താലും പൂർണ്ണമായ ഫലം ലഭിക്കില്ല, യൂറിൻ തെറാപ്പി ചെയ്താലും പൂർണ്ണമായ ഫലം ലഭിക്കില്ല. അപ്പോൾ മലാശയ ശുദ്ധിക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമുക്ക് മലാശയ ശുദ്ധിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. വളരെ ലളിതമായ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമുക്ക് എനിമ എടുക്കുക. എനിമ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2 വിധത്തിൽ എനിമ എടുക്കാം. അതിൽ ഓർക്കാനുള്ളത്, എനിമ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന എനിമ എന്ന് പറയുന്നത് അലോപ്പതി ശാസ്ത്രം ചെയ്യുന്ന എനിമയാണ്. അലോപ്പതി ശാസ്ത്രം ചെയ്യുന്നത് എനിമയെ നമുക്ക് മഹാത്മാഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹിംസാത്മക എനിമ എന്നാണ് അതിന് പറയുക. എന്താ പറയുക? അഹിംസാത്മക എനിമയുമുണ്ട്, ഹിംസാത്മക എനിമയുമുണ്ട്. അപ്പോൾ അഹിംസാത്മകമായിട്ട് നമ്മൾ എനിമ ചെയ്യണം. അഹിംസാത്മകം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ജലം. നമ്മൾ കുടിക്കാൻ എത്രയും ശുദ്ധമായ ജലമാണോ ഉപയോഗിക്കുന്നത്, നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ ശുദ്ധമായ ജലം. അത് പൈപ്പ് വെള്ളമാകാം, അല്ലെങ്കിൽ കിണർ വെള്ളമാകാം, ഏതായിരുന്നാലും ശരി ശുദ്ധജലം ഉപയോഗിച്ചുകൊണ്ട് എനിമയെടുക്കണം. ശുദ്ധജലം ഉപയോഗിച്ചുകൊണ്ട് എനിമയെടുക്കുന്നതിന് നമുക്ക് വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ സാധാരണ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ ക്ലോസറ്റിൽ നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്ന ഹെൽത്ത് ഫാസറ്റ് എന്നാണ് പറയുന്നത്. അത് അല്പം ഒന്ന് നമ്മുടെ മലദ്വാരത്തോട് ചേർത്ത് പിടിച്ചാൽ ശകലം വെള്ളം അകത്തേക്ക് കയറിപ്പോവും. ധാരാളം മതി. എല്ലാ ദിവസവും ചെയ്യണം. ഇത് ഒരു ദിവസം ചെയ്താൽ മതിയോ എന്ന് വിചാരിച്ച് ചോദിച്ചാൽ പോരാ, ഒരു ദിവസം തന്നെ ചെയ്യണം. സാധാരണഗതിയിൽ നമുക്ക് ശോധന ലഭിക്കുന്നവരാണെങ്കിൽ ഒരു നേരം ചെയ്താൽ മതി. സാധാരണ ശോധന ലഭിക്കാത്തവർ 1-2 പ്രാവശ്യം ചെയ്യണം. അങ്ങനെ 1-2 പ്രാവശ്യം ചെയ്ത് മലാശയത്തെ ശുദ്ധമാക്കി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രോഗങ്ങളില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഒരു കാര്യം കൂടി അപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു മലാശയത്തിലേക്ക് ഒരു അല്പം വെള്ളം അകത്തേക്ക് കയറ്റി നമ്മൾ ടോയ്ലറ്റിങ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ അറിയാനുള്ളൊരു കാര്യമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യം. ആ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മലാശയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോ ബാക്ടീരിയകളുടെ കോളനിയാണ്. പ്രോ ബാക്ടീരിയ, നമ്മുടെ നന്മ ചെയ്യുന്ന ബാക്ടീരിയ ഏറ്റവും അധികം നിൽക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പറയൂ? മലാശയം പ്രോ ബാക്ടീരിയയുടെ കോളനി ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? FMT എന്ന് പറയുന്നത്, അതായത് മലചികിത്സ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അമേരിക്കയിലൊക്കെ ആളുകൾക്ക്, ആരോഗ്യമുള്ള ആളുകളുടെ മലം കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ മലാശയം നന്മ ചെയ്യുന്ന ബാക്ടീരിയകളുടെ കോളനിയാണ്, ഏറ്റവും വലിയ കേന്ദ്രമാണ്. ഈ കേന്ദ്രത്തിലേക്ക് നമ്മളൊരല്പം വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ
ഒരല്പം വെള്ളം കടത്തിവിട്ട് കഴുകുമ്പോൾ എന്തുകൂടെ പോവും? നന്മ ചെയ്യുന്ന ബാക്ടീരിയകളുടെ കോളനി കൂടെ പോകും. കുറച്ച്, ഒരുപാട് പോവില്ല, ചെറിയൊരളവിൽ നഷ്ടപ്പെടും. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? എനിമയെന്ന് കേൾക്കുമ്പോൾ ധാരാളമായിട്ട് നമുക്ക് വേണമെങ്കിൽ 1 ലിറ്റർ വരെ വെള്ളം നമുക്ക് അകത്തേക്ക് കയറ്റി വിടാം. 100 ml വെള്ളത്തിൻ്റെ അതിൻ്റെ അളവ് തന്നെ ധാരാളം മതി. സാധാരണ എനിമയ്ക്ക് 100 ml വെള്ളം ധാരാളം മതി. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് വെള്ളം നമ്മൾ ഉപയോഗിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ നന്മ ചെയ്യുന്ന ബാക്ടീരിയകളുടെ കോളനി കൂടി എവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകും? മലാശയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആരെങ്കിലും ഒരാൾ ഉത്തരം പറയൂ, എന്ത് ചെയ്യണം? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളുടെ യൂറിൻ കൊണ്ട് എനിമയെടുക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ യൂറിൻ കൊണ്ട് എനിമയെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മിത്ര ബാക്ടീരിയകളുടെ നഷ്ടപ്പെട്ട കോളനിയെ നമ്മൾ അവിടെ പുനഃസ്ഥാപിച്ചു. നമ്മുടെ യൂറിൻ കൊണ്ട് നമ്മൾ എനിമയെടുക്കണം. അപ്പോൾ സാധാരണ എനിമ ചെയ്യുന്ന ആളുകൾ ആരോഗ്യകാര്യത്തിൽ 50% സാധാരണ എനിമ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 1-ാമത്തെ അധ്യായം നമ്മൾ പൂർത്തിയാക്കുന്നു. 2-ാമത് നമ്മൾ ചെയ്യാനുള്ളത്, സാധാരണ എനിമ ചെയ്യുന്ന ആളുകൾ എന്നൊന്നും വേണ്ട, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പുതിയതും ഒരല്പം പഴകിയതുമായിട്ടുള്ള, അതായത് നമ്മൾ പഴയ മൂത്രം പൂർണ്ണമായും അത് വേണ്ട, പുതിയ മൂത്രം ഒരല്പം പുതിയ മൂത്രത്തിൽ ഒരല്പം പഴകിയ മൂത്രം കൂടെ ചേർത്ത് നമ്മൾ എനിമയെടുത്ത് നമ്മുടെ മലാശയത്തെ ശക്തിപ്പെടുത്തി നിർത്തണം. എനിമയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാമോ? എന്തായിരിക്കും ഗുണം? ഈ എനിമയൊക്കെ എടുക്കണമെന്ന് പറയും, മലാശയ ശുദ്ധി ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവം തന്നെ. ഒരു ചേച്ചി തുടക്കം പോലെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് മലാശയ ശുദ്ധി ഉണ്ടാകുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ മലദ്വാരത്തിലുള്ള ആ മസിൽസിന് അത്ഭുതകരമായ ബലമുണ്ടാകും. മലദ്വാരത്തിലെ മസിലിന് നമ്മൾ നിത്യമായി എനിമയെടുക്കുന്നവരാണെങ്കിൽ മലദ്വാരത്തിലെ മസിൽസിന് അത്ഭുതകരമായ ബലമുണ്ടാകും. മസിൽസാണ് നമ്മുടെ ഈ ശരീരത്തെ എപ്പോഴും എല്ലാ ഭാഗത്തും മുറുകെ പിടിച്ചു നിർത്താനൊക്കെ നമ്മൾ സഹായിക്കുന്ന ആളുകളുടെ മസിൽസ് കണ്ടിട്ടില്ലേ? അതുപോലെ ആ ഭാഗത്തെ മസിൽസിന് അത്ഭുതകരമായ ബലമുണ്ടാകും. അങ്ങനെ അത്ഭുതകരമായ ബലമുണ്ടായാൽ അതിലൂടെ ചില രോഗങ്ങൾ ഭൂമുഖത്തുനിന്ന് ഇല്ലാതായി പോകും. ഏതാണ് ആ രോഗം? പൈൽസ് എന്ന് പറയുന്ന രോഗം പിന്നെ ഈ ഭൂമുഖത്ത് ഒരു മനുഷ്യനും വരില്ല. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ഭൂമുഖത്ത് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പൈൽസ്. നമ്മുടെ ഇവിടെ എറണാകുളത്തെ പൈൽസിന് വേണ്ടി ഒരു ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആശുപത്രി തുടങ്ങി അവസാനം കണ്ടുപിടിക്കപ്പെട്ടു അയാൾ വ്യാജ ഡോക്ടറായിരുന്നു എന്ന്. എത്ര കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ മേഖലകളിൽ നടക്കുന്നതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇനി ഇതൊക്കെ നമ്മളൊരു വീട്ടിൽ നമ്മൾ കൊച്ചു കുട്ടികളായി പോലും ശീലിപ്പിക്കണം. എനിമ എടുക്കാനൊക്കെ ചെറിയ കുട്ടികളെ പോലും ശീലിപ്പിക്കണം. എനിമ ഒരു ശീലമായി പോകുന്ന ഒരു അലോപ്പതി ഡോക്ടർ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. വീട്ടിൽ കൊച്ചു കുട്ടികളെ എനിമ എടുപ്പിച്ചാൽ ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഞാൻ എൻ്റെ കുട്ടിയെ അത് ശീലമാക്കാൻ പരിശ്രമിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. എൻ്റെ വീട്ടിലെ കുട്ടികൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം അവരുടെ മൂക്കിൽ 2-3 വയസ്സായ കുട്ടികളുടെ മൂക്കിൽ ഞങ്ങൾ മൂത്രമൊഴിച്ചു കൊടുക്കും. അവരുടെ തന്നെ യൂറിൻ കളക്ട് ചെയ്തിട്ട് കുപ്പിയിലാക്കിയിട്ട് മൂക്കിൽ മൂത്രമൊഴിച്ചു കൊടുക്കും. മൂക്കിൽ നമ്മൾ മൂത്രമൊഴിച്ചാലുള്ള ഗുണം എന്താ? മൂക്കിൽ മൂത്രമൊഴിച്ചാൽ മൂത്രത്തിലെ പ്രോ ബാക്ടീരിയാസ് മൂക്കിൽ നിന്ന് മുകളിലോട്ടും പോകും, താഴോട്ടും പോകും. അതങ്ങ് തലച്ചോറിലേക്കും പോകും. അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടയിലേക്ക്. നിങ്ങൾ മൂക്കിൽ എന്ത് സാധനം ഒന്ന് വലിച്ചു കയറ്റി നോക്കൂ, ഈ 2ഇടത്തേക്കും പോവില്ലേ? പോവൂ ചേട്ടാ, പിന്നെ എന്താ വാതർന്നിരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂക്കിലേക്ക് മൂത്രമൊഴിക്കണം, കുട്ടികളുടെ മൂക്കിലേക്ക്. അതിന് നമ്മൾ ഈ കണ്ണിലൊക്കെ മരുന്നൊഴിക്കാൻ ഡ്രോപ്സ് ആയിട്ട് ഒഴിക്കുന്ന, തുള്ളിയായിട്ട് മരുന്നൊഴിക്കാൻ കഴിയുന്ന പാത്രത്തിലേക്ക് കുട്ടികളുടെ യൂറിൻ കളക്ട് ചെയ്യുക. നിങ്ങൾ എന്നിട്ട് അവരുടെ ഈ സ്ഥിരമായി പനി വരുന്ന കുട്ടികളുടെ മൂക്കിലൊന്ന് മൂത്രമൊഴിച്ച് കൊടുത്തിട്ട് ഈ മഴക്കാലത്ത് അവരെ ഒന്ന് മഴയത്ത് കളിക്കാൻ വിട്ടു നോക്കൂ. ആർക്കെങ്കിലും പനി വരുന്നുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ഒരു കുട്ടിക്കും പനി വരില്ല. അത്ഭുതകരമായ രോഗപ്രതിരോധ ശേഷി അവർക്കുണ്ടാകും. അങ്ങനെ അത്ഭുതകരമായ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്ന ആ കുട്ടികൾക്ക് അതിനെ സഹായിക്കുന്നത് നമ്മുടെ മൂത്രത്തിലൂടെ അവരുടെ ശരീരത്തിലെത്തുന്ന നന്മ ചെയ്യുന്ന ബാക്ടീരിയകളാണ്. ഈ നന്മ ചെയ്യുന്ന ബാക്ടീരിയകൾ എവിടെ കുറയുന്നോ അവിടെ എന്ത് പറ്റുന്നു? അവിടെ രോഗങ്ങൾ കൂടെ വരും. ഞാൻ നിങ്ങൾക്ക് ഈ നന്മ ചെയ്യുന്ന ബാക്ടീരിയകളുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് പറയാം. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമാണ്. നിങ്ങൾ ഈ ബുധവാര കൂട്ടായ്മയിലോ അല്ലെങ്കിൽ സൺഡേ ക്ലാസ്സിലോ ഒക്കെ കേട്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. എപ്പോഴും അതായത് നമ്മൾ ഈ വീട് വയ്ക്കാനൊക്കെ നല്ല തറ നിരപ്പാക്കുന്ന സമയത്ത് നമ്മൾ മേൽമണ്ണെല്ലാം ഇടിച്ച് നിരപ്പാക്കിയതിന് ശേഷം അടിമണ്ണിലെത്തുന്ന സ്ഥലത്ത് അവിടെ നിങ്ങളൊരു ചെടി നട്ടു നോക്കൂ. ആ ചെടി വളരില്ല. ആ ചെടി പിന്നെ അവിടെ ഇരിക്കുകയുള്ളൂ, അവിടെ ഇരുന്ന് വളരില്ല. നേരെ മറിച്ച് ആ ചെടി നടുന്ന സ്ഥലത്ത് നിങ്ങളൊരൽപ്പം ചാണകപ്പൊടിയോ കുറച്ച് കരിയില പൊടിഞ്ഞതോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കുറച്ച് അംശങ്ങൾ ഇട്ടു നോക്കുക. ഈ ജൈവാംശങ്ങൾക്കകത്ത് മുഴുവനുള്ളത് മിത്ര ബാക്ടീരിയകളാണ്. ഈ മിത്ര ബാക്ടീരിയകളാണ് പഴങ്ങൾക്ക് മധുരം നൽകുന്നതും ഫലങ്ങൾക്ക് സ്വാദ് നൽകുന്നതും. അതറിയാമോ?
നമ്മളൊരു വാഴ നട്ടു, ആ വാഴയുടെ മൂട്ടിൽ നമ്മൾ യൂറിയയും അമോണിയയും എല്ലാം ചേർത്ത് ആ വാഴ കുലപ്പിച്ചു. ആ പഴവും നമ്മൾ കഴിച്ചു നോക്കണം. അതുപോലെ തന്നെ ഒരു വാഴ നട്ടതിൻ്റെ മൂട്ടിൽ നമ്മൾ ജൈവവളങ്ങൾ ഇട്ടിട്ട് ഒരു വാഴ കുലച്ചു, ആ പഴവും കഴിച്ചു നോക്കണം. ഈ രണ്ടാമത് കഴിച്ച പഴത്തിൻ്റെ മധുരം എന്ന് പറയുന്നത് നമ്മൾ പഞ്ചസാരയിൽ മുക്കി കഴിക്കുന്ന വാഴപ്പഴം പോലെ ഇരിക്കും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പഴങ്ങൾക്ക് മധുരവും ഫലങ്ങൾക്ക് സ്വാദും നൽകുന്നത് ഈ മിത്ര ബാക്ടീരിയകളാണ്. ആ മിത്ര ബാക്ടീരിയകളാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലെ അടിത്തറ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ആ മിത്ര ബാക്ടീരിയകളെ നമ്മുടെ ശരീരത്തിലെത്തിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം, ഇന്നലെ ഒരു യൂട്യൂബ് ചാനൽ, നേരത്തെ നാരായണ സാർ പറഞ്ഞ ഒരു യൂട്യൂബർ പറഞ്ഞിരിക്കുന്നു, മിത്ര ബാക്ടീരിയകളാണ് ഇത്, ശരീരത്തിൻ്റെ ഏതെങ്കിലും മുറിവിലൂടെ അകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാം തകർന്നു പോകുമെന്ന്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതേ മിത്ര ബാക്ടീരിയകളാണ് നമ്മൾ മോര് കുടിച്ചാൽ കിട്ടുന്നത്, മോര് വെള്ളം കുടിച്ചാൽ കിട്ടുന്നത് ഇതേ മിത്ര ബാക്ടീരിയകളാണ്. പഴങ്കഞ്ഞി എന്നല്ലേ ഇവിടെ തൃശ്ശൂർ പറയുന്നത്, പഴങ്കഞ്ഞി ഒരു ദിവസം ചോറ് വെച്ച് തണുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് വയ്ക്കണം. അങ്ങനെ ഞങ്ങളുടെ അവിടെ പഴങ്കഞ്ഞി എന്നാണ് പറയുന്നത്. പഴങ്കഞ്ഞി അല്ലേ, പഴങ്കഞ്ഞി തന്നെയല്ലേ പറയണല്ലേ. പഴങ്കഞ്ഞി കുടിച്ചാൽ കിട്ടുന്നത് ഈ മിത്ര ബാക്ടീരിയകളാണ്. അതുപോലെ തന്നെ പിക്കിൾസ്, നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാത്ത പിക്കിൾസ് കഴിച്ചാൽ കിട്ടുന്നത് മിത്ര ബാക്ടീരിയകളാണ്. അതുപോലെ നമ്മൾ ഈ തൈരിൻ്റെ പാലിൻ്റെ ഏത് ഉൽപ്പന്നങ്ങളായിരുന്നാലും ഒരു ദിവസം പുളിച്ചതിന് ശേഷം നമ്മൾ ഏത് വസ്തുക്കൾ കഴിച്ചാലും കിട്ടുന്നത് മിത്ര ബാക്ടീരിയകളാണ്. ഈ മിത്ര ബാക്ടീരിയകൾ കൊണ്ട് നമ്മുടെ ശരീരത്തെ സമ്പുഷ്ടമാക്കി നിർത്തിയാൽ നമുക്ക് രോഗങ്ങൾ വരില്ല. ആ മിത്ര ബാക്ടീരിയകൾ അതുപോലെ നമുക്ക് എപ്പോഴും സമ്പുഷ്ടമാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഭക്ഷണങ്ങൾ കിട്ടണമെന്നൊന്നുമില്ല. അതൊന്ന്. രണ്ടാമത് നമ്മൾ ഒരു കാര്യം കൂടി അറിയാനുള്ളത്, പ്രോബയോട്ടിക്സ് എന്നാണ് അതിന് മൊത്തത്തിൽ പറയുന്നതെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന ആഹാരം കഴിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ശരീരത്തിൽ മിത്ര ബാക്ടീരിയകളുടെ അളവ് കൂടി നിൽക്കുകയുമില്ല. അതിന് പിന്നെ എന്തുകൂടെ കഴിക്കണം? അതിന് നമ്മൾ പ്രീബയോട്ടിക്സ് കഴിക്കണം. പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ബാക്ടീരിയകൾക്ക് ജീവിക്കാൻ അനുഗുണമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള നാരുകളടങ്ങിയ ഭക്ഷണമായിരിക്കണം പ്രീബയോട്ടിക്സ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ഹ്യൂമൻ യൂറിൻ എന്ന് പറയുന്ന ഒരു നല്ല പ്രീബയോട്ടിക്സാണ്. അമ്മയുടെ മുലപ്പാൽ എന്ന് പറയുന്ന ഒരു നല്ല പ്രീബയോട്ടിക്കാണ്. അമ്മയുടെ മുലപ്പാൽ ഒരു നല്ല, അതായത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യത്തെ 6 മാസക്കാലം ഈ കുഞ്ഞിൻ്റെ കുടലിൽ കാണുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുന്നതാണെന്ന് അറിയാമോ? ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞ് ജനിക്കുന്നത് സാധാരണ പ്രസവത്തിലൂടെയാണെങ്കിൽ പ്രസവ സമയത്ത് അമ്മയുടെ യോനീസ്രവം എന്നുള്ള നിലയിലേക്ക് ഒഴിച്ചു വരുന്ന ഈ യോനീസ്രവം കുഞ്ഞിൻ്റെ കാതിലൂടെ, കണ്ണിലൂടെ, വായിലൂടെ, ചുണ്ടിലൂടെ, മൂക്കിലൂടെ ഒക്കെ കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങളിലേക്ക് ഈ യോനീസ്രവം കടന്നു പോകുന്നു. അങ്ങനെ കടന്നു പോകുന്ന ഈ യോനീസ്രവത്തിനകത്തുള്ള ബാക്ടീരിയകൾ ആ കുഞ്ഞിൻ്റെ കുടലിൽ സ്ഥാനം പിടിക്കുകയാണ്. അങ്ങനെ അത് നമ്മൾ ഒരു കാര്യം കൂടി നേരത്തെ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ ആ കുഞ്ഞൊഴിക്കുന്ന മൂത്രത്തിലുള്ള ബാക്ടീരിയകളും നമ്മൾ നേരത്തെ സാറ് പറഞ്ഞു, കുഞ്ഞ് മൂത്രം കുടിച്ചാണ് കിടക്കുന്നത്. ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞ് ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റിലും അത് മൂത്രം കുടിച്ചു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ യോനി സ്രവങ്ങളിലുള്ള ബാക്ടീരിയയും കുഞ്ഞിൻ്റെ കുടലിലുള്ള ബാക്ടീരിയയും ഒന്നാണെന്ന് കണ്ടുപിടിച്ചു. ആര് കണ്ടുപിടിച്ചു? വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇവരിപ്പോൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഇതെല്ലാം ഈ നാട്ടിലെ ഈ നമ്മുടെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടിരുന്ന ഋഷീശ്വരന്മാരായിരുന്നാലും അതുപോലെ തന്നെ ആയുർവേദ ആചാര്യന്മാരായിരുന്നാലും അവരെല്ലാം ഇതെങ്ങനെയോ അവരെല്ലാം അറിഞ്ഞു എന്നുള്ളതാണ്. അവർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സാറ് രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഭാവപ്രകാശത്തിലെ വരികൾ സാറ് പറഞ്ഞു. എന്താ ഭാവപ്രകാശത്തെന്ന് പറഞ്ഞത്? നരമൂത്രം ഗരം ഹന്തി എന്ന് പറഞ്ഞു. നരമൂത്രം ഗരം ഹന്തി സേവിതം തത് രസായനം എന്ന് പറഞ്ഞു. നരമൂത്രം വിഷത്തെ ശമിപ്പിക്കുന്നതാണ്. എന്ത് വിഷം? എന്ത് വിഷം? എല്ലാവരും വിചാരിക്കും വിഷമെന്ന് പറഞ്ഞാൽ പാമ്പ് വിഷമല്ലോ ആയിരിക്കും. ഒരിക്കലുമല്ല. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഓരോ ദിവസവും നമ്മൾ വിഷം കഴിക്കുന്നുണ്ടോ? വിഷം കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നമ്മൾ രാവിലെ ഒരു ചായ കുടിച്ചു, കണ്ണൻ ദേവൻ്റെ ചായ കുടിച്ചു. അവിടെ കണ്ണൻ ദേവൻ ഹിൽസിൽ മഴയെല്ലാം മാറി നിന്ന് നല്ല ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഏറ്റവും അധികം തേയില ചെറുതായിട്ട് മഞ്ഞടിച്ചു നിൽക്കുന്ന ഇലകളിലേക്കാണ് ഇവർ ഏറ്റവും ശക്തമായ വിഷമടിക്കുന്നത്. ആ വിഷം അടുത്ത വെയിലത്ത് നല്ല ഉണങ്ങി ഈ തളിൽ പിടിച്ചു നിൽക്കുമ്പോഴാണ് അവരതിനെ തുള്ളിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അതിനകത്ത് ഒരു പ്രോസസ്സിങ്ങും ഇല്ല, അതിനെ വാട്ടി ഉണക്കി പാക്കറ്റിലാക്കി നമുക്ക് തരുന്നു. നമ്മളതിനെ കൊണ്ട് നേരെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ ഈ വിഷം നല്ല തിളച്ചിറങ്ങി നമ്മുടെ തേയിലയിലേക്ക് വരുന്നു. നമ്മൾ കുടിക്കും. നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നവരല്ല. നമ്മൾ വേറെ ഒന്നുമില്ല. നമ്മൾ രാവിലെ പല്ല് തേക്കാൻ വേണ്ടി ടൂത്ത് പേസ്റ്റ് എടുക്കുന്നു.
കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് എടുക്കുന്നു, അതിൻ്റെ പുറത്തെഴുതിയിട്ടുണ്ട് ഒരു പയർ മണിയോളം വലിപ്പത്തിലേ ഇതെടുക്കാവുന്നതാണ്. മനസ്സിലായില്ല? നിങ്ങൾ ഇനി ഒന്ന് വായിച്ചു നോക്കണം കേട്ടാ. ഒരു പയർ മണിയോളം വലിപ്പത്തിലേ പേസ്റ്റ് എടുക്കാവൂ. പക്ഷേ കാണിക്കുന്നതോ, പരസ്യത്തിൽ കാണിക്കുന്നതോ ബ്രഷിൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ വരുന്ന നീളത്തിൽ ഈ പേസ്റ്റ് എടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്നത് എത്ര? നമ്മളൊരു 25 പയർമണിയുടെ വലിപ്പത്തിലാണ് എടുക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കാനുള്ള, ഒരു പയർമണിയുടെ വലിപ്പത്തിലുള്ള വിഷം പോലും താങ്ങാനുള്ള ശേഷി നമുക്കില്ല. അത്രയ്ക്ക് വിഷമാണ് ഈ പറയുന്ന എല്ലാ ടൂത്ത് പേസ്റ്റുകളിലും ഉള്ളത്. അതിനകത്ത് അവർ ഇടയ്ക്കൊന്ന് പറഞ്ഞിരുന്നു, വിഷാംശം കുറഞ്ഞ ടൂത്ത് പേസ്റ്റുകളുടെ മൂട്ടിലൊരു പച്ച വരയിട്ടേക്കെന്ന് പറഞ്ഞു. പച്ചവരയൊക്കെ ഇപ്പോൾ എല്ലാ പേസ്റ്റുകാരും ഉണ്ട്. ഇടയ്ക്കൊരു കാലത്ത് KP നമ്പൂതിരീസിൻ്റെ പേസ്റ്റാണ് വളരെ ശുദ്ധമെന്ന് വിചാരിച്ച് നമ്മളൊക്കെ അത് വാങ്ങിച്ച് തേച്ചു. ആയുർവേദം എന്നൊക്കെ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അറിയുന്നത് KP നമ്പൂതിരി അടിയിലിട്ടിരിക്കുന്ന വര കറുത്ത വരയായിരുന്നു. അത് കാരണം പിന്നെ ആളുകൾ അത് ഉപേക്ഷിച്ചതിന് ശേഷമാണ് അവർ അതിന് വിഷാംശത്തെ കുറച്ചത്. അപ്പം ഇവിടെയെല്ലാം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ഓരോ പ്രവൃത്തിയും, എഴുന്നേറ്റ് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, പല്ല് തേയ്ക്കുന്നതായിരുന്നാലും ചായ കുടിക്കുന്നതായിരുന്നാലും, അതുപോലെ തന്നെ നമ്മളറിയാനുള്ളത് ഇപ്പോൾ ആയുർവേദ മരുന്നുകൾ. എല്ലാവരും പറഞ്ഞു, ഞാൻ അലോപ്പതി ഒന്നും ഞാൻ കഴിക്കില്ല, ആയുർവേദം ഒക്കെ ആണെങ്കിൽ ഞാൻ നോക്കാം. ആയുർവേദ മരുന്നുകൾ, നിങ്ങളുടെ കാര്യം മനസ്സിലാവും. ഒരു കഷായം ഒന്ന് കാച്ചി തിളപ്പിച്ച് 8 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 4 ഗ്ലാസ്സായിട്ട് കുറുക്കി വെച്ചാൽ നിങ്ങൾ വീട്ടിലൊന്ന് വെച്ച് നോക്കൂ, ഒരു കുപ്പിയിലടച്ച് വെച്ച് നോക്കൂ, എത്ര ദിവസം ഇരിക്കും? 4-5 ദിവസം ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? ഞങ്ങളുടെ നാട്ടിൽ അതിനെ പുളിച്ചു പോകുമെന്ന് പറയും. ഇവിടെ എന്ത് പറയുമെന്ന് എനിക്ക് വളിച്ചു പോകുമെന്ന് പറയും. എന്ത് പറയും? ചളിച്ചു പോകും. അപ്പോൾ അത് ചളിച്ചു പോകാതിരിക്കണമെങ്കിൽ അതിനകത്ത് ചേർക്കുന്ന വസ്തുവാണ് പ്രിസർവേറ്റീവ്. ഈ പ്രിസർവേറ്റീവ് എന്ന് പറയുന്ന വസ്തു നമ്മളൊരു കാര്യം എല്ലാ വസ്തുക്കളിലും അനുവദിക്കപ്പെട്ടതിൻ്റെ 10-20 ഇരട്ടി പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ട്. അങ്ങനെ പ്രിസർവേറ്റീവ്സ് അനുവദനീയമായതിൻ്റെ എത്രയെങ്കിലും ഇരട്ടി പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് എത്രയെങ്കിലും മരുന്നുകൾ ഇല്ലെങ്കിൽ എത്രയെങ്കിലും ആഹാര വസ്തുക്കൾ നമ്മുടെ നാട്ടിൽ ഇന്നും യഥേഷ്ടം വിൽക്കപ്പെടുന്നുണ്ട്. അവിടെയൊന്നും കാര്യമായ പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന വിഷത്തിൻ്റെ അളവ് ഒരു വഴി കൂടെ അല്ലെങ്കിൽ മറുവഴി കൂടെ ആയിട്ട് നിത്യേന കൂടിയിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഉച്ചയ്ക്ക് പായസം കുടിച്ചു. ഈ പായസം തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് എന്തെല്ലാം വിഷങ്ങൾ ചേർക്കുന്നുണ്ടെന്ന് പല സമയത്തും നമ്മൾ പല ചാനലുകളിൽ വന്ന് കണ്ടിട്ടുള്ള. അങ്ങനെ നമ്മൾ എത്ര വേണ്ട എന്ന് തീരുമാനിച്ചാലും, എത്ര വേണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചാലും നമ്മുടെ ശരീരത്തിൽ നമ്മളറിയാതെ നിത്യേന വിഷപദാർത്ഥം എത്തിക്കൊണ്ടേയിരിക്കും. ഈ വിഷപദാർത്ഥങ്ങളെ ശരീരം എന്ത് ചെയ്യുന്നു? നേരത്തെ സാറ് പറഞ്ഞു, രക്തം ശുദ്ധീകരിക്കുന്ന പോയിന്റുകളിലൊന്നാണ് ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞു. ആ ലിംഫ് നോഡുകളിൽ ഈ വിഷപദാർത്ഥത്തെ സംഭരിച്ചു വയ്ക്കുന്നതിന് ശരീരം നിർദ്ദേശം കൊടുക്കുമ്പോഴത്തേക്കാണ് ചില ആളുകളുടെ ശരീരത്തിൽ ഗർഭപാത്രം പോലുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ 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 മുഴകൾ രൂപപ്പെടുന്നത്. ഈ മുഴകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളാണ്. എന്ന് വെച്ച് നാളെ വീട്ടിൽ പോയി തപ്പി നോക്കി എവിടെയെങ്കിലും ഒരു മുഴ കണ്ടെന്ന് വെച്ചിട്ട് ആരും പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ അറിയാനുള്ളത്, ഈ വിഷത്തെ, ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ശരീരത്തിൽ വിഷം എത്തുന്നതിന് പല വഴികളുണ്ട്. ആ വഴികളെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള നമ്മുടെ ഏക മാർഗമാണ് നരമൂത്രം എന്ന് പറയുന്നത്. നരമൂത്രം ഗരം ഹന്തി, ഗരം എന്ന് പറഞ്ഞാൽ വിഷം, ഹന്തി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കും. സേവിതം, തുടർച്ചയായി സേവിച്ചാൽ സേവിതം തത് രസായനം, അതൊരു ടോണിക്ക് കുടിക്കുന്നത് പോലെ ശരീരത്തിന് പ്രയോജനം ചെയ്യും. മനസ്സിലായല്ലോ? എല്ലാ ദിവസവും എല്ലാ നേരവും മൂത്രം കുടിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ഈ യൂറിൻ തെറാപ്പി തുടങ്ങാനേ ഉള്ളൂ പാട്. ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിയുന്നിടത്തോളം നമ്മൾ കഴിക്കുക. സൗകര്യമുള്ളപ്പോൾ ചിലർ ഇങ്ങനെ പറഞ്ഞ ഉടനെ, ചില ആളുകൾ എഴുന്നേറ്റ ഉടനെ ഒരു ചോദ്യം, സാർ ഞാൻ 10 മണിക്ക് ഓഫീസിൽ പോകും, എനിക്കവിടെ എൻ്റെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് വളരെ വൃത്തിഹീനമാണ്, ഞാൻ എന്ത് ചെയ്യണം സാർ? ഒരു ചോദ്യമാണ് ഇത്, ചോദിക്കാൻ കൊള്ളാമെന്നുള്ള ചോദ്യമാണിത്. ഇങ്ങനെയൊന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കരുത്. ഇതൊന്നും അല്ല ചോദ്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ നമ്മൾ ഓരോരുത്തരും അവരുടെ സൗകര്യവും സന്ദർഭവും യുക്തിയും ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് നമ്മൾ എത്രമാത്രം യൂറിൻ കഴിക്കാൻ പറ്റുമോ അത്രമാത്രം കഴിക്കണം. എത്ര കഴിച്ചാലും നമ്മൾ അറിയാനുള്ളത് എന്ന് പറയുന്നത്, നമ്മുടെ മൂത്രത്തിൻ്റെ നിറം എന്തായിരിക്കണം? മഴവെള്ളം പോലെ ഇരുന്നാൽ മതിയാ മൂത്രം? നല്ല മൂത്രമാണോ മഴവെള്ളം പോലെ ഇരിക്കുന്നത്? ഇളം മഞ്ഞയായിരിക്കണം മൂത്രം. എന്തുകൊണ്ടാണ് ഇളം മഞ്ഞയായിരിക്കേണ്ടത്? രക്തത്തിലെ യൂറോക്രോം എന്ന് പറയുന്ന വർണ്ണവസ്തുവിൻ്റെ ഒരു സ്വാധീനം മൂത്രത്തിൽ കലർന്നു വരുന്നത് കൊണ്ടാണ്. നമ്മൾ വളരെ പച്ചവെള്ളം കുടിക്കുന്നത് പോലെ മൂത്രം ഇരുന്നാൽ അത് നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കൂടിപ്പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അത് ഈ മഞ്ഞയുടെയൊക്കെ ഇതും കഴിഞ്ഞ് ഒരല്പം ചുവപ്പിൻ്റെ ഒരു അളവിലേക്ക് പോയാൽ വെള്ളത്തിൻ്റെ കുടിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു പോകാനും പാടില്ല, കൂടിപ്പോകാനും പാടില്ല. അതുപോലെ തന്നെ മൂത്രം കുടിച്ച് ശീലമായാൽ പിന്നെ നമുക്ക് വലുതായിട്ട് ദാഹം അനുഭവപ്പെടില്ല കേട്ടോ. നമുക്ക് ദാഹിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, ഒരു നിശ്ചിതമായ അളവിൽ വെള്ളം
എല്ലാ ദിവസവും കുടിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ശുദ്ധമായ പച്ചവെള്ളം കുടിക്കാൻ സൗകര്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ മഴവെള്ളം സംഭരിച്ച് ശുദ്ധീകരിച്ച് കുടിക്കാൻ സൗകര്യം, മഴവെള്ളം എന്ന് പറയുന്നത് ഏറ്റവും ശുദ്ധമായ ജലമാണ്. അപ്പോൾ മഴവെള്ളം സംഭരിച്ച് ശുദ്ധമായ വെള്ളം കുടിക്കാൻ സൗകര്യമുള്ള ആളുകൾ അങ്ങനെ കുടിക്കണം. മഴവെള്ളത്തിലൊക്കെ ധാരാളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം മഴവെള്ളം എന്ന് പറയുന്നത്, മഴവെള്ളത്തിൻ്റെ pH എന്ന് പറയുന്നത് എപ്പോഴും ഏതാണ്ട് 7.4 7.5 വരുന്നതാണ്. നമ്മുടെ രക്തത്തിൻ്റെ pH എന്ന് പറയുന്നത് ഒരു 6 മുതൽ 8 വരെ പോകും. ചിലപ്പോൾ അത് 6ലേക്ക് താഴ്ന്നു പോകും. അസിഡിക്കായിട്ട് ഭയങ്കരമായിട്ടുള്ള അസിഡിറ്റിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് അത് 6ൽ താഴ്ന്നു പോകും. പക്ഷേ അതേസമയം ചില സമയത്ത് നമ്മൾ ഒട്ടും ആസിഡിക്കായിട്ടുള്ള, ആസിഡ് കലരാത്തതായിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ്റെയൊക്കെ അളവ് കുറയുന്ന അവസരത്തിൽ നമ്മുടെ രക്തത്തിൻ്റെ pH എന്ന് പറയുന്നത് ഏകദേശം 8 വരെ പോകും. അങ്ങനെ നമ്മൾ നിരന്തരം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ചില ആളുകളുണ്ട് നെഞ്ചരിച്ച് അയ്യോ എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ ജീവൻ പോകുമെന്ന് പറഞ്ഞ് നെഞ്ചരിക്കുന്ന ആളുകളുണ്ട്. അതിന് അവരുടെ കാരണം എന്ന് വെച്ചാൽ അവർക്ക് അത് വലിയ അസുഖമൊന്നുമല്ല. അതിനൊക്കെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആൻറ്റാസിഡ് കൊടുക്കുന്നു. പിന്നെ ജീവിതകാലം മൊത്തം ആൻറ്റാസിഡ് കഴിക്കാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു, ആൻറ്റാസിഡിന് അടിമയായി തീരുന്നു. അപ്പം നമ്മളറിയാനുള്ളത്, അവിടെയൊന്നും നമ്മൾ ആൻറ്റാസിഡിൻ്റെ പുറകെ ഒന്നും പോകണ്ട. എത്ര കഠിനമായ നെഞ്ചരിപ്പ് നിൽക്കുമ്പോഴും നമ്മുടെ യൂറിൻ ഒരുപക്ഷെ ആസിഡിക് ആണെന്നിരിക്കട്ടെ, ആസിഡ് കൂടി നിൽക്കുന്ന യൂറിനാണെന്നിരിക്കട്ടെ, ആ യൂറിനെടുത്ത് കുടിച്ചാൽ പോലും തീയിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ ആസിഡിറ്റി താഴും. തീയിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ, തീക്കട്ടയിൽ വെള്ളം ഒഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാം, അതുപോലെ ആസിഡിറ്റി താഴ്ന്നു പോകും. അതുകൊണ്ട് നമ്മൾ എല്ലാ നേരവുമുള്ള മൂത്രം കുടിക്കാൻ ശ്രമിക്കണം, സൗകര്യമുണ്ടെങ്കിൽ. അതില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിയുന്നിടത്തോളം സമയം, പ്രത്യേകിച്ചും രാത്രിയിൽ ഒരു വൈകുന്നേരത്തൊക്കെ വീട്ടിൽ ചെല്ലുന്ന ആളുകൾ, നമ്മൾ ഇപ്പോൾ ചായ കുടിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമുക്ക് മൂത്രം കുടിക്കാം. ചായ കുടിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറിന് ശേഷവും കുടിക്കാം. ഏതെങ്കിലും നമ്മൾ ബലപ്പെട്ട ആഹാരം കഴിക്കുന്നു, ഇപ്പോൾ രാവിലെ ടിഫിൻ കഴിക്കുന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നു, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണ് നമ്മളൊരു 1.5 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മൂത്രം എന്ന് പറയുന്നത് ഒരു ദഹിച്ച ആഹാരമാണ്. പൂർണ്ണമായും ദഹിച്ച് ശരീരത്തിന് സ്വീകരിക്കത്തക്കവണ്ണം പോഷക ഘടകങ്ങൾ വേർതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് മൂത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ചില ആളുകളുടെ കണ്ണിൻ്റെ താഴേക്കൂടെ ഒരു കറുത്ത പാട് കാണും. ശ്രദ്ധിച്ചിട്ടില്ലേ? കണ്ണിൻ്റെ താഴെ. ഇതെന്ത് പറ്റി ചേച്ചി? നിങ്ങൾ ചേച്ചിയുടെ സമയദോഷമാണെന്നാണ് തോന്നുന്നത്. എല്ലാത്തിനും നമുക്കൊരു മറുപടി ഉണ്ടല്ലോ, സമയദോഷമാണെന്നാണ് തോന്നുന്നത്. അതിലേക്ക് കണ്ടു നിൽക്കുന്ന ആളുകൾ പറയും, നിൻ്റെ മുഖത്തൊരു കറുത്ത പാട്, സമയദോഷം. ഒരു സമയദോഷവും ഇല്ല. പോഷകത്തിൻ്റെ ആഗിരണം കുറഞ്ഞു പോകുന്നു. അത്തരക്കാരിൽ പോഷക ഗുണങ്ങളെ ആഗിരണം ചെയ്യാൻ ശരീരത്തിന് കഴിയുന്നില്ല. എവിടെയോ എന്തോ തടസ്സം. ആ തടസ്സം നീക്കാൻ എളുപ്പമായ മാർഗമെന്ന് പറയുന്നത് അയാൾ മൂത്രത്തിലൂടെ കിട്ടുന്ന, മൂത്രത്തെ കുടിക്കുക, മൂത്രത്തിലൂടെ കിട്ടുന്ന പോഷകങ്ങൾ. മൂത്രത്തിൽ എല്ലാ പോഷകങ്ങളും ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, സാർ നേരത്തെ പറഞ്ഞില്ലേ, 3079 ഘടകങ്ങളുണ്ടെന്ന് ആൽബർട്ട യൂണിവേഴ്സിറ്റിക്കാർ ഏതാണ്ട് 7-8 വർഷം കൊണ്ട് കണ്ടുപിടിച്ചു. ആ 3079 ഘടകങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിറ്റാമിനുകളും എൻസൈമുകളും അതുപോലെ സകല സാധനങ്ങളുമുണ്ട്. ഇത് നമ്മുടെ രക്തത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മൂത്രത്തിലുമുണ്ട്. രക്തത്തിലുള്ളതിൽ നിന്ന് 1-2 സാധനങ്ങൾ മൂത്രത്തിലില്ല. ഏതാ ഇല്ലാത്തത്? രക്തത്തിലുള്ളതിൽ 1-2 സാധനങ്ങൾ മൂത്രത്തിലില്ല. ഏതാണത്? 1-2 സാധനങ്ങളേ ഇല്ലാതുള്ളൂ. ഏതൊക്കെയാ? വെളുത്ത രക്താണുക്കളും ചുവന്ന രക്താണുക്കളും. അത് വരുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ വൃക്കരോഗിയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. കാരണം വൃക്കകളുടെ ഫിൽട്രേഷൻ ശരിയാകുന്നില്ല, വൃക്കയ്ക്ക് അപകടകരമായ നിലയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ ആ വസ്തുത നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ രക്തത്തിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ടോ അതെല്ലാം മൂത്രത്തിലുണ്ട്. ഒരുപക്ഷെ രക്തത്തിലില്ലാത്തതായിട്ടുള്ള ചില ഘടകങ്ങൾ കൂടി ഒരുപക്ഷെ ഈ നമ്മുടെ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മൂത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ മൂത്രസഞ്ചിയിൽ എത്തുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്ടീരിയയുടെ നല്ല കലവറകളിലൊന്നാണ് മൂത്രസഞ്ചി എന്ന് പറയുന്നത്. ആ മൂത്രസഞ്ചിയിൽ നിന്ന് പുറത്തേക്കുള്ള യൂറിനറി ട്യൂബ് കടന്നു പോകുന്ന മേഖല എന്ന് പറയുന്നതും ബാക്ടീരിയയുടെ കോളനിയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ബാക്ടീരിയയുടെ കോളനിയിലൂടെ കടന്നു പോകുന്ന ഈ മൂത്രത്തിൽ സമ്പുഷ്ടമായ നിലയിൽ ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടാകുന്നു. അങ്ങനെ കിട്ടുന്ന ആ ബാക്ടീരിയയുടെ അളവിനെ നമുക്ക് ശക്തിപ്പെടുത്തി നിർത്താം. അതോടൊപ്പം തന്നെ ഈ ബാക്ടീരിയയ്ക്ക് നമ്മുടെ ശരീരത്തിൽ അധിവസിക്കുന്നതിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു പ്രീബയോട്ടിക് കൂടിയാണ് മൂത്രം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ മാറ്റം. നേരത്തെ ഞാൻ പറഞ്ഞ കണ്ണിൻ്റെ താഴെ കറുപ്പൊക്കെയുള്ള ആളുകൾ മൂത്രം കുടിക്കാൻ തുടങ്ങി 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ മുഖത്ത് നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഒരു ഗ്ലാമറൊക്കെ കൂടി. അങ്ങനെ ഗ്ലാമർ കൂടിയതുകൊണ്ടാണോ 8 വർഷത്തിന് ശേഷം ബന്ധം ഏർപ്പെടുത്തി പോയിട്ട് വീണ്ടും വിവാഹം കഴിച്ചതെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞതുപോലെ അവരെയൊക്കെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു വ്യത്യാസം അവരുടെ മുഖത്ത് തോന്നുന്നതിൻ്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് ഈ വിറ്റാമിനുകൾ ഒരു ലിക്വിഡ് ഫോമിൽ വീണ്ടും നമ്മുടെ ചെറുകുടലിലേക്ക് കടന്നു പോകുമ്പോൾ ചെറുകുടലിലെ മാല പോലുള്ള ഭാഗങ്ങളിലൂടെ ഈ വിറ്റാമിനുകളെ വേഗത്തിൽ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്
അവരുടെ മുഖത്തെ കറുപ്പൊക്കെ മാറുന്നു. വളരെ മൈന്യൂട്ടായിട്ട് മതി വിറ്റാമിനുകൾ നമ്മുടെ ശരീരം. നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് അങ്ങ് കുട്ടക്കണക്കിനൊന്നും ഈ സാധനങ്ങൾ വേണ്ട. വളരെ മൈന്യൂട്ടായിട്ട് ഇതിനെ ആഗിരണം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നു. ഏത് രോഗവും മാറ്റാം പോഷക സമീകരണത്തിലൂടെ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് എന്തോ സംശയം ചോദിക്കാം. ക്ലാസ് കഴിഞ്ഞോട്ടെ, ക്ലാസ് കഴിയുന്നതിനിടയ്ക്ക് സംശയം ചോദിക്കരുതേ. സംശയങ്ങൾ എഴുതി വയ്ക്കുക, കയ്യിലുള്ള ബുക്കിൽ എഴുതി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യമാണ് നമ്മൾ അറിയാൻ. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ അറിയാനുള്ളത്, നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ ഈ ഡയബറ്റിക് പോലുള്ള രോഗങ്ങൾ വന്നു, അവർ കാലൊക്കെ മുറിക്കാനിടയാവുന്നു, ഡയബറ്റിക് ഫൂട്ടുള്ള ആളുകളായി മാറുന്നു. അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള അസുഖങ്ങളായി ബന്ധപ്പെട്ട് അവർ ആശുപത്രിയിൽ പോയി. എങ്ങനെയുണ്ട്? വലിയ മാറ്റമൊന്നുമില്ല, ഡോക്ടർ എന്ത് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും ഡോക്ടർ ഇപ്പോൾ പറയുന്നത് അത് മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്നാണ്. ഒരുപാട് ആളുകളും പ്രത്യേകിച്ചും ഈ സ്ഥിരമായി ആശുപത്രിയിൽ പോയി ഈ വൃക്കരോഗങ്ങൾ, അതുപോലെ തന്നെ അതെല്ലാം ഈ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കാണല്ലോ മരണം വരെ ചികിത്സ എന്ന് പറയുന്നത്. എപ്പോഴാണോ മരിക്കുന്നത്, മരിച്ചു കഴിഞ്ഞാലും പിന്നെയും ഉണ്ട് ചില ആശുപത്രികളിൽ ചികിത്സ. മരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം പിന്നെ വെന്റിലേറ്ററിൽ വെച്ചുള്ള ചികിത്സയാണ്. ആൾ മരിച്ചു എന്നുള്ള ഉറപ്പാണ്, പിറ്റേന്ന് കൊടുക്കാനേ ഒക്കുള്ളൂ. പക്ഷേ ഒരു ദിവസം വെന്റിലേറ്ററിൽ വെച്ചിട്ട് വെന്റിലേറ്ററിൻ്റെ വാടക ഉൾപ്പെടെയുള്ളത് വാങ്ങിയിട്ടാണ് രോഗികൾക്ക് ആളുകളുടെ ബോഡി വിട്ടു കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകളിൽ അവസാനം ഡോക്ടർ പറയുന്ന ഒരു മറുപടിയാണ്, രോഗി മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. നിങ്ങൾ ഇത്രയും ആളുകളോട് സാക്ഷി നിർത്തി ഞാനൊരു സത്യം പറയാം, യൂറിൻ തെറാപ്പി ചെയ്യുന്ന ഒരു രോഗിയോടും ഒരു മരുന്നും പ്രതികരിക്കാതിരിക്കില്ല. യൂറിൻ തെറാപ്പി ചെയ്യുന്ന എല്ലാവരോടും ആ മരുന്ന്, ആ രോഗത്തിന് ഉപയുക്തമായ മരുന്നാണ് ഡോക്ടർ ഉപയോഗിക്കുന്നതെങ്കിൽ യൂറിൻ തെറാപ്പി ചെയ്യുന്ന ആളുകളിൽ മുഴുവൻ മരുന്നുകൾ വേഗം പ്രതിഫലിക്കും, വേഗം പ്രതികരിക്കും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ ശരീരത്തിലെ ശക്തമായ ബാക്ടീരിയകളുടെ സാന്നിധ്യം. ഈ ശക്തമായ ബാക്ടീരിയകളുടെ സാന്നിധ്യം മൂലം ഏത് മരുന്നിനോടും നമ്മൾ വേഗം പ്രതികരിക്കും. അതായത് അവിടെയും നിങ്ങൾ എന്തെങ്കിലും കൃഷി ചെയ്തിട്ടുള്ള ആളുകൾ, പച്ചമുളകെങ്കിലും നട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളൊരു ഒരു പച്ചമുളക് നട്ടു, ആ പച്ചമുളക് നട്ട് അങ്ങനെ ഉറങ്ങിയ സമയത്താണ് നിങ്ങൾ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് കരിയില പൊടിഞ്ഞതും ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ മൂട്ടിലൊന്ന് ചേർത്ത് വെച്ചു, കുറച്ച് വെള്ളം നനച്ചു, ഒരു ഓലയോ എന്തെങ്കിലും എടുത്ത് നമ്മളൊരു ചെറിയ തണൽ അതിന് വെച്ച് കൊടുത്തു, വെയിലടിക്കാതെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അതിന് പുതിയ നാമ്പുകൾ വരുന്നത് കാണാം എന്ന് പറഞ്ഞതുപോലെ. അതിന് കാരണമെന്ന് വെച്ചാൽ അവിടെ പ്രവർത്തിക്കുന്ന പ്രോ ബാക്ടീരിയ, ആ പ്രോ ബാക്ടീരിയയുടെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലും വളരെ ശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ശക്തമായ നിലയിലുള്ള ഈ പ്രോ ബാക്ടീരിയയുടെ സാന്നിധ്യം കൊണ്ടാണ് നമ്മൾ ഏത് മരുന്ന് കഴിച്ചാലും ആ മരുന്ന് നമുക്ക് അലോപ്പതി കഴിക്കാം, ആയുർവേദം കഴിക്കാം, ഹോമിയോപ്പതി കഴിക്കാം, എന്ത് മരുന്നും കഴിക്കാം. നമ്മൾ ആരും വിചാരിക്കും യൂറിൻ തെറാപ്പി ചെയ്യുന്നവർ മരുന്ന് കഴിക്കേണ്ടത്. യൂറിൻ തെറാപ്പി ചെയ്യുന്നവരും ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ അറിയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യം, മറ്റുള്ളവർക്ക് 10 രോഗങ്ങൾ വരുമ്പോഴേ നമുക്കൊരു രോഗം വരുള്ളൂ. പക്ഷേ അങ്ങനെ വരുമ്പോൾ പോലും നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ചികിത്സകൾ നമുക്ക് വേണ്ടി വരുന്നില്ല. നമ്മുടെ ശരീരം മരുന്നുകളോട് വേഗം പ്രതികരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ വേഗം ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ ആശ്വാസം കിട്ടാൻ സാധിക്കും. അതാണ് നമ്മൾ അറിയാനുള്ള വേറൊരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പം ഈ നിലയിൽ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കാനുള്ള വേറൊരു കാര്യം, നമ്മൾ ഈ അസിഡിക് നേച്ചറിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു കാര്യം അറിഞ്ഞിരിക്കാനുള്ള, നമ്മുടെ ബോഡി അസിഡിക്കായി പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഏത് ആഹാരം കഴിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ബോഡി കൂടുതൽ അസിഡിക്കാകുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ട് അസിഡിറ്റിയിൽ നിന്ന് നമ്മൾ മോചനം നേടി നിൽക്കണം. കാരണം തുടർച്ചയായ അസിഡിറ്റി എന്ന് പറയുന്നത് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ശരീരത്തെ സ്ഥിരമായി അസിഡിക് നേച്ചറിന് എങ്ങനെയാണ് നമ്മൾ അസിഡിക്കാണോ ഇല്ലെന്നുള്ളത് അറിയുന്നത് എന്താ മാർഗം? യൂറിൻ കുടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ലബോറട്ടറി കൊണ്ടൊന്ന് പരിശോധിക്കേണ്ട, യൂറിനിൽ പുളിരസമുണ്ടോ. യൂറിനിൽ പുളിരസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആസിഡ് മൂത്രത്തിലൂടെ പുറത്തേക്ക് ഒഴുകി വരുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയണം. അപ്പോൾ ഏത് ആഹാരം കഴിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ആസിഡ് അല്ലെങ്കിൽ അസിഡിക്കാകുന്നത്, ശരീരം അസിഡിക്കാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അസിഡിക്കാകുന്ന ശരീരമുള്ള ആളുകൾ, എല്ലാവരും അസിഡിക്കാവില്ല, ചില ആളുകൾ എന്ത് കഴിച്ചാലും അവർക്കത് കുഴപ്പമില്ല. അങ്ങനെ അസിഡിക്കാകുന്ന നേച്ചറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചറിയണം. അതിനെ നിയന്ത്രിച്ച് നിർത്തിയില്ല എങ്കിൽ നമ്മൾ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് യൂറിൻ കഴിക്കുമ്പോൾ, തുടർച്ചയായി യൂറിൻ കഴിക്കുന്ന അവസരത്തിൽ പുളിരസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായിട്ടും ഈ നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യമായ മാറ്റം വരുത്തണം. ഈ കുമ്പളങ്ങ വർഗ്ഗത്തിൽപ്പെട്ട, കുമ്പള വർഗ്ഗം, മത്തൻ വർഗ്ഗത്തിലൊക്കെ പെട്ട, നമ്മൾ ഈ പ്രത്യേകിച്ചും ആഷ് ഗൗർഡ് എന്നൊക്കെ പറയുന്ന
പുറത്ത് ചാമ്പൽ പുരണ്ടതുപോലുള്ള കുമ്പളങ്ങികൾ നമ്മുടെ ശരീരത്തിലെ ആസിഡ് ലെവലിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ചെറിയ ചില ആഹാര നിയന്ത്രണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ സ്ഥിരമായി സാധാരണ നമ്മൾ ഇറച്ചിയോ മീനോ ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, നമുക്കറിയാം മാംസാഹാരങ്ങളും മാംസ്യാഹാരങ്ങളും രണ്ടും ദഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആസിഡാണ്. അപ്പോൾ അതുകൊണ്ട് ആസിഡിൻ്റെ ലെവൽ കൂടിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് നമ്മൾ തന്നെ സ്വയം നിയന്ത്രിച്ച് നിർത്തിയിട്ട് യൂറിൻ തെറാപ്പി ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, യൂറിനിൽ ചില സമയങ്ങളിൽ നമ്മുടെ യൂറിൻ്റെ pH ലെവൽ താഴ്ന്നു പോയാൽ തൊട്ടടുത്ത നിമിഷം അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ അത് യൂറിനിൽ pH ലെവൽ ഉയർന്നു വരും. തുടർച്ചയായ യൂറിൻ പരിപാലനം നമ്മുടെ അതായത് നമ്മളൊരു കാര്യം അറിയാനുള്ള, അസിഡിക് ബ്ലഡ് നമ്മുടെ രക്തക്കുഴലുകളിലൂടെ നിരന്തരമായി ആസിഡ് കലർന്ന ബ്ലഡ് ഒഴുകുന്നത് ആരോഗ്യകരമല്ല. അത് നിരന്തരമായിട്ട് ആസിഡ് കലർന്ന രക്തം നമ്മുടെ രക്തക്കുഴലുകളിലൂടെ ഒഴുകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ ആഹാരത്തിൽ മാന്യമായ നിലയിൽ കൊഴുപ്പ് കഴിക്കണം. പലരും കൊഴുപ്പിനെയാണ് ഭയപ്പെടുന്നത്. കൊഴുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആരോഗ്യകരമായ കൊഴുപ്പ്, രാവിലെ ഇവിടെ നമ്മുടെ തോമസ് മാത്യു സാറ് അദ്ദേഹം A1 A2 മിൽക്കിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. നമ്മളതറിയണം. നമുക്കത് കഴിയുന്നിടത്തോളം A2 മിൽക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളെ സംബന്ധിച്ച് അത് ഉപയോഗിക്കണം. അല്ലെങ്കിൽ A1 മിൽക്ക് കഴിയുന്നതും കുറച്ച് ഉപയോഗിച്ച് ശീലിക്കണം. അതുപോലെ തന്നെ A1 നെയ്യ് എന്ന് പറയുന്നതും അപകടകരമാണ്. അതിനകത്ത് ഏറ്റവും അധികം ഇന്ന് ഡ്യൂപ്ലിക്കേറ്റിംഗ് ഉള്ള ഒരു മേഖലയാണ് നെയ്യെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വളരെ വില കുറഞ്ഞ അളവിൽ ഈ സാധനങ്ങൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നത്. അതുപോലെ വെളിച്ചെണ്ണ നമുക്ക് കിട്ടുന്നത് മായം ചേർത്ത വെളിച്ചെണ്ണ. ഏറ്റവും നല്ല കൊഴുപ്പ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ല കൊഴുപ്പ് വെളിച്ചെണ്ണയാണ്, നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ മുട്ട കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രോട്ടീൻ എന്ന് പറയുന്നത് മുട്ടയാണ്. അതൊക്കെ കഴിക്കുക തീർച്ചയായിട്ടും. അതൊക്കെ ഇപ്പോൾ സാധാരണ നമ്മൾ ഈ പ്രകൃതി ജീവനത്തിൻ്റെ ആളുകളെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, പ്രകൃതി ജീവനത്തിൻ്റെ ആളുകൾ ഈ കൊഴുപ്പിനെ ഭയപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു 70, 75, 80 വയസ്സൊക്കെ ആയി കഴിയുന്നതോട് കൂടിയിട്ട് അവരുടെ ദഹനം തീരെ പ്രോപ്പറല്ലാതായി പോകും. കാരണം ആമാശയത്തിൽ കൊഴുപ്പും കൂടെ ഉണ്ടെങ്കിലേ, നേരത്തെ സാറ് പറഞ്ഞതുപോലെ പോഷക ഘടകങ്ങളെ ഇടിച്ച് പിഴിഞ്ഞെടുക്കും പോലെയാണ് നമ്മുടെ ആമാശയത്തിൽ എടുക്കുന്നത്. അതിന് നമ്മുടെ ആമാശയത്തിൽ കൊഴുപ്പിൻ്റെ ഒരു പവർ കൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ശരീരത്തിൽ കൊഴുപ്പിൻ്റെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് കൊഴുപ്പ് തീരെ കുറഞ്ഞു പോകുന്നതും നമുക്ക് നല്ലതല്ല. അത്യാവശ്യം ചില കൊഴുപ്പ് കഴിക്കുന്നത് കാര്യത്തിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കൊഴുപ്പിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കൊഴുപ്പ് കഴിക്കാതിരിക്കുന്ന ആളുകളിലാണ്, കൊഴുപ്പ് കഴിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന ആളുകളിലാണ്, അല്ലെങ്കിൽ നല്ല കൊഴുപ്പ് കഴിക്കാത്ത ആളുകളിലാണ് ഡയബറ്റിക് പോലുള്ള രോഗങ്ങൾ വേഗം പിടിപെടുന്നത് എന്നുള്ള കാര്യവും നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി യൂറിൻ തെറാപ്പി ചെയ്ത് കോഷ്ഠത്തെ ശുദ്ധമാക്കി നിർത്തി അങ്ങനെ ഒരു കൃത്യത, കഴിവതും രാത്രിയിലെ ആഹാരം നേരത്തെ കഴിക്കുന്ന ഒരു ശീലം, വൈകുന്നേരത്ത് ഒരു 7 മണിക്കോ 7:30 മണിക്കോ ഒക്കെ ആഹാരം കഴിക്കുന്ന ഒരു ശീലം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അത് കഴിഞ്ഞൊരു 8:30, 9, 10 മണിക്കകത്ത് ഉള്ള യൂറിൻ കുടിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുന്ന ശീലം, ഇതൊക്കെ ഇങ്ങനെയുള്ള ശീലങ്ങൾ ശീലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങളില്ലാതെ ജീവിക്കാമെന്ന് ഞാൻ പറയുന്നില്ല, രോഗങ്ങളെ അകറ്റി നിർത്താം. രോഗങ്ങളെ നമുക്കൊരു കൈപ്പാട് അകലെ നിർത്താം. അതുപോലെ തന്നെ എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ തന്നെ നമ്മൾ യുക്തിപൂർവമായ യൂറിൻ തെറാപ്പിയുടെ ഉപയോഗത്തിലൂടെയോ നമുക്കതിനെ നിയന്ത്രിച്ച് നിർത്താം. ആ നിലയിൽ നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതചര്യ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.